എക്ലിപ്സിൽ ഹലോ വേൾഡ് ജാവ പ്രോഗ്രാം എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. എക്ലിപ്സ് ഉപയോഗിച്ച് ലളിതമായ ഒരു ജാവ പ്രോഗ്രാം ഹലോ വേൾഡ് എഴുതുന്നതിനെ കുറിച്ച് ഇവിടെ പഠിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്നത് എക്ലിപ്സ് 3.7.0 ഉബുണ്ടു 11.10. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങളുടെ സിസ്റ്റത്തിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം. കൂടാതെ എക്ലിപ്സിൽ ഒരു ഫയൽ സൃഷ്ടിക്കുകയും സേവ് ചെയ്യുകയും റൺ ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ വേൾഡ് എന്ന സന്ദേശം പ്രിന്റ് ചെയ്യുന്നതിനുള്ള ജാവ കോഡ് ഇതാണ്. ഇത് എക്ലിപ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. Alt F2 പ്രസ് ചെയ്യുക. ഡയലോഗ് ബോക്സിൽ എക്ലിപ്സ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. വർക്ക്സ്പേസിൽ OK ക്ലിക്ക് ചെയ്യുക. എക്ലിപ്സ് IDE തുറക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാം. ഫയൽ, ന്യൂ ക്ലിക്ക് ചെയ്ത് പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുക. പ്രൊജക്റ്റുകളുടെ പട്ടികയിൽ നിന്ന് ജാവ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റ് നെയിമിൽ ഡെമോ പ്രൊജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഡെമോയ്ക്കും പ്രൊജക്റ്റിനും ഇടയിൽ സ്പേസ് ഇല്ല. Dയും Bയും വലിയ അക്ഷരങ്ങൾ ആണ്. വിസാർഡിന്റെ താഴെ വലതുകോണിലുള്ള ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഡെമോ പ്രൊജക്റ്റ് സൃഷ്ടിക്കപ്പെട്ടു. ഒരു പുതിയ ക്ലാസ് പ്രൊജക്റ്റിൽ ചേർക്കാം. പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലാസ് തിരഞ്ഞെടുക്കുക. ന്യൂ ജാവ ക്ലാസ് പോർട്ട്ലെറ്റ് തുറക്കപ്പെടുന്നു. ക്ലാസ് നെയിമിൽ ഡെമോ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. മെത്തോട് സ്റ്റബ്സിൽ പബ്ലിക്, സ്റ്റാറ്റിക്, വോയിഡ്, മെയിൻ തിരഞ്ഞെടുക്കുക. വിസാർഡിന്റെ താഴെ വലതുകോണിൽ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഡെമോ പ്രൊജക്റ്റിന് ഒരു സോഴ്സ് ഡയറക്ടറിയും അതിൽ demoprogram.java എന്ന ഒരു ഫയലും ഉള്ളതായി കാണാം. ജാവയിലെ എല്ലാ ക്ലാസ്സിനും അതിന്റെ സ്വന്തം ഫയൽ ഉണ്ടാകും. അതായത് ഡെമോ പ്രോഗ്രാം ക്ലാസിന്റെ ഫയൽ demoprogram.java തന്നെയായിരിക്കും. നോക്കൂ, ഇവിടെ എഡിറ്ററിന് വളരെ കുറച്ച് സ്ഥലം മാത്രമേയുള്ളൂ. അതിനാൽ മറ്റ് പോർട്ട്ലെറ്റ്സ് മിനിമൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ എഡിറ്റർ. ഈ വരി ഡബിൾ സ്ലാഷിൽ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക. അതായത് ഇത് നമ്മുടെ കോഡിനെ സ്വാധീനിക്കാത്ത ഒരു കമന്റ് ആണ്. ഈ വരി നീക്കം ചെയ്യുന്നു. അതുപോലെ /**നും */*നും ഇടയിലുള്ളതും കമന്റ് ആണ്. അതിനാൽ ഈ കമന്റുകളും നീക്കം ചെയ്യുന്നു. ഇതാണ് കോഡിന്റെ bare bones. ഇപ്പോൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കാം. സിസ്റ്റം ഡോട്ട് ഇത് പൂർത്തീകരിക്കുന്നതിന് സാധ്യമായ വാക്കുകളുടെ പട്ടിക എക്ലിപ്സ് നൽകുന്നു. ഇപ്പോൾ നമുക്ക് സ്വയം കമാൻഡ് ടൈപ്പ് ചെയ്യാം. out.println ബ്രാക്കറ്റിനുള്ളിൽ quotesൽ ഹെല്ലോ വർൾഡ് ടൈപ്പ് ചെയ്യുക. ജാവയിൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും സെമിക്കോളനിൽ അവസാനിക്കുന്നു. അതിനാൽ സെമിക്കോളൻ ചേർക്കുന്നു. ഇതാണ് പൂർണ്ണമായ ഹലോ വേൾഡ് ജാവ പ്രോഗ്രാം. Ctrl S ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. കോഡ് റൺ ചെയ്യുന്നതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക. ഔട്ട്പുട്ട് കൺസോളിൽ ഹലോ വേൾഡ് എന്ന സന്ദേശം പ്രിന്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇപ്പോൾ വേൾഡിനെ ജാവ എന്ന് മാറ്റാം. Ctrl S കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യുക. ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്ന സന്ദേശം ഹലോ ജാവ ആണെന്ന് കാണാം. കോഡിന്റെ ഓരോ ഭാഗവും എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ വരി സൂചിപ്പിക്കുന്നത് ക്ലാസിന്റെ പേര് ഡെമോ പ്രോഗ്രാം ആണെന്നാണ്. കൂടാതെ ഇത് ഒരു പബ്ലിക് ക്ലാസ് ആണ്.
ഇത് മെയിൻ മെത്തോട് ആണെന്ന് രണ്ടാമത്തെ വരി സൂചിപ്പിക്കുന്നു. അതായത് ഈ മെത്തോഡിൽ നിന്നാണ് ജാവ എക്സിക്യൂഷൻ ആരംഭിക്കുന്നത്. ഇത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെയാണ് ജാവയിൽ ഒരു ഹലോ വേൾഡ് എഴുതുന്നത്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് ജാവയിൽ എങ്ങനെ ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതാമെന്നും പിന്നെ കോഡിന്റെ ഓരോ ഭാഗവും എന്തെല്ലാം ചെയ്തുവെന്നും. ഒരു അസൈൻമെന്റ്: ഗ്രീറ്റ് എന്ന് പേരുള്ള ഒരു ജാവ ക്ലാസ് സൃഷ്ടിക്കുക. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം സക്സസ്ഫുൾ എന്ന് കാണിക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.